ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കെ.ആർ. മീര എഴുതിയ പോസ്റ്റിന്മേലുള്ള തർക്കം തുടരുന്നു. ബെന്യാമിന്റെ ഫേസ്ബുക്ക് വിമർശനത്തിന് കെ.ആർ. മീര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരുന്നു. ഇതോടെ മീരയ്ക്കെതിരെ പരസ്യ പ്രതികരണവുമായി ബെന്യാമിൻ എത്തി. കോൺഗ്രസ് നേതാക്കളും തർക്കത്തിൽ ചേർന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ പോര് കടുക്കുകയാണ്. ഈ വാർത്തയോടുകൂടി ഈ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. നമസ്കാരം. തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ 1075 കൊല്ലമായി ശ്രമിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഹിന്ദു സഭ എന്നായിരുന്നു കെ.ആർ. മീരയുടെ ആദ്യ പോസ്റ്റ്. ഇതിനു മറുപടി പറഞ്ഞുകൊണ്ട് ബെന്യാമിൻ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് എഴുതി. മീരയുടെ കുറിപ്പ് ശുദ്ധ അസംബന്ധം. ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആരെ ഏത് രീതിയിൽ വിമർശിക്കണമെന്നുമുള്ള വിവരമില്ലായ്മയാണ്. അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്ന് അറിയാതെയല്ലെന്നും അറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് അപകടം. ഇങ്ങനെ കടുത്തു ബെന്യാമിന്റെ വിമർശനം. മറുപോസ്റ്റിൽ ഇതിലും കടുപ്പിച്ച് മീര. ബെന്യാമിന്റെ വിവരമില്ലായ്മയെക്കുറിച്ച് തനിക്കും ധാരാളം പറയാനുണ്ട്. തന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള ബെന്യാമിന്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ്. അന്നും ഇന്നും നിലപാടുകളിൽ നിന്ന് താൻ അണുവിട മാറിയിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപ്പക്കഷ്ണങ്ങൾ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടില്ല. തന്നെ വിമർശിക്കുന്നത് വഴി കോൺഗ്രസുകാരെയും സംഘപരിവാറുകാരെയും സുഖിപ്പിച്ച് അവരിൽ നിന്നും കിട്ടാനുള്ള അപ്പക്കഷ്ണങ്ങൾ കൂടി പോരട്ടെ എന്നാണ് ബെന്യാമിന്റെ നിലപാടെന്ന് തോന്നുന്നു. ഇരുവരും വിമർശനം വ്യക്തിപരമാക്കി. ആശയസംവാദത്തിനപ്പുറം ഫേസ്ബുക്ക് വാൾ തർക്കമണ്ഡലമായി. പരിഹാസവും വിമർശനവും അതിരുവിട്ടു. ബെന്യാമിൻ നേരിട്ടെത്തിയാണ് മീരയ്ക്ക് അടുത്ത മറുപടി കൊടുത്തത്. കോൺഗ്രസിനോട് ഗാന്ധി മൂല്യങ്ങളെ തമസ്കരിക്കുന്നു, വിമർശിക്കുന്നു. പക്ഷേ അത് കൊണ്ടുകെട്ടുന്നത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു വലിയ ഫാസിസ്റ്റ് സംഘടനയോടൊപ്പമാവുമ്പോൾ ഇത് തമ്മിൽ സമീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ്. ഹിന്ദു മഹാസഭ എടുക്കുന്ന നിലപാടും കോൺഗ്രസ് ഇന്നോളം എടുത്തിട്ടുള്ള നിലപാടും അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ള നിലപാടും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഒന്നുകിൽ കെ.ആർ. മീരയ്ക്ക് ഞങ്ങൾ ഉയർത്തിയ വിമർശനം എന്താണെന്ന് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വെറും അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നോ ഒരു തെറ്റായ ധാരണ മീരയുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇതിനിടെ കോൺഗ്രസ് യുവ നേതാക്കളിൽ പലരും തർക്കത്തിൽ കക്ഷി ചേർന്നു. ഫിക്ഷൻ എഴുതാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. ഈ പോസ്റ്റിലും അത് കാണാൻ കഴിയുന്നുവെന്നാണ് മീരയുടെ കുറിപ്പിന് താഴെ ടി സിദ്ദിഖ് എം.എൽ.എയുടെ കമന്റ്. കോൺഗ്രസുകാർ ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രചാരകരാകണമെന്ന് അടുത്തിടെ ടി സിദ്ദിഖ് പ്രസംഗിച്ചതായി കണ്ടു. അതുമാത്രമാണ് അടുത്തിടെ താൻ ഒരു കോൺഗ്രസ് നേതാവിൽ നിന്ന് കേട്ട സെൻസിബിളായ പ്രസ്താവന. അതിന് കോൺഗ്രസ് നേതാക്കളോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് സിദ്ദിഖിന് മീരയുടെ സ്തുതിയും പരിഹാസവും ഒപ്പം. കമന്റിൽ അഭിപ്രായം പറഞ്ഞ നിരവധി പേരോട് തന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് എഴുത്തുകാരി മറുപടിയും എഴുതി. സംഖ്യകളോ അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മലയാളത്തിലെ പിണറായിസ്റ്റ് എഴുത്തുജീവികളോ എന്തുതന്നെ അധിക്ഷേപിച്ചാലും എത്ര തന്നെ ആക്രമിച്ചാലും മഹാത്മാഗാന്ധി പ്രസിഡന്റായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനിടെ വന്നു. അടുത്ത പത്മഭൂഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് മീരയുടെ പോസ്റ്റ് എന്ന് റിജിൻ മാക്കുറ്റി. ബി.ജെ.പിയുടെ അലർച്ച കണ്ടിട്ട് അനങ്ങിയിട്ടില്ല. പിന്നെയാണ് കെ.ആർ. മീരയുടെ മുരൾച്ചയെന്ന് അബിൻ വർക്കി. സംഘപരിവാർ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ലെജിറ്റമസി നൽകാൻ സഹായിക്കുന്നതാണ് മീരയുടെ പോസ്റ്റ് എന്ന് എഴുത്തുകാരി സുധാ മേനോൻ. അക്ഷരാർത്ഥത്തിൽ വായിച്ചാൽ ആളുകളുടെ പ്രതിഷേധം ശരിയാണ്. എന്നാൽ ഹിന്ദു മഹാസഭയെയും കോൺഗ്രസിനെയും സമീകരിക്കുകയാണ് കെ.ആർ. മീര ചെയ്തതെന്നതൊക്കെ അംഗീകരിക്കാനാകാത്ത വ്യാഖ്യാനമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ.ജെ. ജേക്കബ്. മീരയുടെ പോസ്റ്റ് കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ വിമർശനമാണെന്നതിൽ സംശയമില്ല. പക്ഷേ അതെങ്ങനെ ഗാന്ധിക്കെതിരായ പോസ്റ്റായി കണ്ട് വിമർശിക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ലെന്ന് രാജീവ് രാമചന്ദ്രൻ. അങ്ങനെ ഇരുപക്ഷത്തും യോജിച്ചും വിയോജിച്ചും അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.